മഞ്ജു വാര്യരെക്കുറിച്ച് എപ്പോഴും വാർത്തകൾ നിറയാറുള്ളത് താരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും തന്നെയാണ്. ഇപ്പോഴത്തെ മഞ്ജു വാര്യരുടെ ജീവൻ പോലും അപകടത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് എന്ന് പറയാം. മഞ്ജു വാര്യരെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് ഒരു സംവിധായകൻ തന്നെയാണ്. സംവിധായകന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം നേടുകയാണ്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത ആരാധകരുടെ ഇടയിൽ തന്നെയാണ് വൈറലായി മാറുന്നത് എന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം. സംവിധായകൻ പറയുന്ന വാർത്തകൾ അനുസരിച്ച് മഞ്ജു വാര്യരുടെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നാണ് പറയുന്നത്. നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അമേരിക്കയിലാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്നുണ്ട്. ജീവൻ അപകടത്തിലാണ് എന്ന് വീണ്ടും സംവിധായകൻ സനൽകുമാറിന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇത്തവണ അവരുടെ ശബ്ദത്തിന് തന്നെ കേൾക്കാം. എന്റെ അറസ്റ്റിന് ശേഷം 2022 നവംബറിൽ മഞ്ജു വാര്യരുടെ അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു. എന്റെ ജീവന് വേണ്ടിയുള്ള ചേസിംഗ് കൂടിയപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നുണ്ട്. 3 ദിവസം മുൻപ് എന്നോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണിത്. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു. ലിങ്ക് കമന്റിൽ എന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത്. ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽ പുറത്തുവിട്ടിട്ടുണ്ട്. കയറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനൊപ്പം സനൽ പങ്കുവച്ചു. 2 വർഷം മുൻപ് സമൂഹ മാധ്യമത്തിൽ സനൽകുമാർ ശശിധരന്റെ പോസ്റ്റിനെതിരെ മഞ്ജു വാര്യർ നൽകിയ പരാതിയുമായ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ IT ആക്ടിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ ചുമത്തിയിരുന്നത്. സംവിധായകന്റെ പുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ S ദുർഗയ്ക്കും ചോലയ്ക്കും ശേഷം സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത കയറ്റത്തിന്റെ ട്രെയിലർ 4 വർഷം മുൻപ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. അപകടം നിറഞ്ഞ ഹിമാലയൻ പർവ്വതനിരകളിലൂടെയുള്ള ട്രക്കിംഗ് വിഷയമായ ഹിമാലയത്തിന്റെ കഥ പറഞ്ഞ രചന, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയും സംവിധായകൻ സനൽകുമാർ തന്നെയാണ് വഹിച്ചത്. ജോസഫ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത വെത് വൈബ്സ്, പുതുമുഖ ഗൗരവ്, രവീന്ദ്രൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ മഞ്ജുവിന് പുറമെ മറ്റു കഥാപാത്രങ്ങളായി എത്തിയത്. അന്നു മുതൽ തന്നെ മഞ്ജുവിനെതിരെ പറയുന്ന ഓരോ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയും അത് മഞ്ജുവിന് തന്നെ അപകീർത്തികരമായ രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചതാണെന്ന് പറയാം. അന്നു മുതൽ തന്നെയാണ് മഞ്ജുവിന്റെ പേരിൽ ഈ സംവിധായകന്റെ പേര് ഇതിനു മുൻപും കേട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയാണ് ഇപ്പോൾ മഞ്ജു വാര്യരെ കുറിച്ച് പറയുമ്പോൾ തന്നെ. മഞ്ജു വാര്യർക്ക് തന്നെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ സംവിധായകന്റെ ഒരു ലെവൽ വളർന്നിട്ടുണ്ട്. മഞ്ജു ഈ സംവിധായകനെ കുറിച്ച് ഇതിനു മുൻപും സംസാരിച്ചിട്ടുണ്ട്. അത്രമേൽ പ്രീതിയുള്ള രീതിയിലല്ല മഞ്ജു സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം പറയുന്നതൊന്നും തന്നെ അപ്പാടെ വിശ്വസിക്കാതിരിക്കാനുമാകില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലൊന്നുമാകില്ല, അത് പറയുന്നത് വെറുതെയാണ്, അങ്ങനെ വിശ്വസിക്കാനൊന്നുമാകില്ല എന്ന് എടുത്തു പറയുന്നു. അതുപോലെ പ്രേക്ഷകരെല്ലാവരും എടുത്തു പറയുന്ന വാക്കുകൾ തന്നെയാണ് മഞ്ജുവിന്റെ അപകടനിലയെക്കുറിച്ച് പറയുന്ന കള്ളവാർത്ത എന്നത്. അതൊന്നും തന്നെ ഇങ്ങനെ പരസ്യപ്പെടുത്താനാകില്ല. അതൊക്കെ തന്നെയും വളരെ പ്രയാസകരമായ കാര്യമാണെന്നും ആരാധകർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.